കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലി നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി പാരനോട് കൂടി വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പാരനോട് കൂടി വാഴുമേ. ദൂതസംഗമാകവേ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഓരോ ജീവിതങ്ങളെ സംബന്ധിച്ചും വിലപ്പെട്ട ഒരു പാഠമാണ്. മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു വിഷയമാണ്. മരണവും മരണാനന്തര ജീവിതവും. എത്ര വൈകൃതമായ ചിന്തകളാണ് ലോകത്തിൽ ഇതുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നത്. നാം അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആരംഭം തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് മനുഷ്യൻ എന്നുള്ള വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണ് പഠിച്ചത്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ കണ്ടു. മനുഷ്യന് ഒരു ത്രിഭാഗ പ്രകൃതിയുണ്ട്. He is created as a with a tripartite nature. 3 ഭാഗങ്ങളിലൂടെയാണ് മനുഷ്യൻ എന്ന വ്യക്തിത്വത്തെ ദൈവം സൃഷ്ടിക്കുന്നത്. അവനൊരു ശരീരമുണ്ട്. ഈ ശരീരത്തിന് ഉള്ളിൽ ഒരു ദേഹിയും ആത്മാവുമുണ്ട്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. നമ്മൾ അനേക വാക്യങ്ങളിലൂടെ ആ ഭാഗങ്ങൾ എടുത്തത് കൊണ്ട് ഞാൻ അതൊന്നും ഇനി എടുക്കാനായിട്ട് ആരംഭിക്കുന്നില്ല. എന്നാൽ വളരെ വ്യക്തമായി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതും അവസാനമായി നമ്മൾ വായിച്ചതുമായ വാക്യം റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ്. നാം ദൈവമക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ആ വാക്യം വായിച്ചാണ് ഇന്നലത്തെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിച്ചത്. The spirit itself beareth witness with our spirit. നാം ദൈവമക്കളാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കുകയാണ്. നാം കണ്ടു, ഇംഗ്ലീഷ് ബൈബിള് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ക്യാപിറ്റൽ എസ് ആണ്. ദി സ്പിരിറ്റ് എന്നുള്ളത് ക്യാപിറ്റൽ എസും, മനുഷ്യന്റെ ഉള്ളിലെ ആത്മാവ് 3 പ്രകൃതിയുള്ള ശരീരത്തിൽ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ ആ മനുഷ്യനുള്ള ആത്മാവിനെ ചൂണ്ടിക്കാണിക്കാൻ ചെറിയ അക്ഷരം സ്മോൾ എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ദ സ്പിരിറ്റ്, ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ്സെൽഫ് ബെയറത്ത് വിറ്റ്നസ് വിത്ത് അവർ സ്പിരിറ്റ്, ദാറ്റ് ഈസ് മാൻ സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിനോടാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ദൈവം സംസാരിക്കുന്ന ആ പ്രതലമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ആത്മാവാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മനുഷ്യന്റെ ഉള്ളിലെ ആത്മാവിനോടാണ് ദൈവം സംസാരിക്കുന്നത്. പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോടു കൂടെ മനുഷ്യൻ നടക്കുകയും അവന്റെ ആത്മാവോട് ദൈവം ഇടപെടുകയും ചെയ്തിരുന്നു. ആത്മാവായ ദൈവം, ആത്മാവിനെ കുറിച്ച് നമ്മൾ കണ്ടു. അത് എന്താണെന്ന് നമ്മൾ കണ്ടു. മനുഷ്യന് വിവേകം നൽകുന്നത്, അവന് പല വസ്തുതകൾ, അവന്റെ മനസാക്ഷി, അവന് വിവേകം നൽകുന്നത്, അവൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നതൊക്കെ അവന് ഒരാത്മാവുള്ളത് കൊണ്ടാണ്. എന്നാൽ മൃഗങ്ങൾക്കും ദേഹിയുണ്ട്, മനുഷ്യനും ദേഹിയുണ്ട്. എന്നാൽ മനുഷ്യന് ദേഹിയോടുകൂടെ ഒരു ആത്മാവ് കൂടെ ഉണ്ട്. മൃഗങ്ങൾ മരിക്കുമ്പോൾ അല്ലെ അതിനെ കൊല്ലുമ്പോൾ അതിൻ്റെ ദേഹി സോള് ഇല്ലാതെ പോവുകയാണ്. എന്നാൽ മനുഷ്യനെ കൊന്നാലും മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ഉള്ളിലെ സോള് നശിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? പറയാം. നമ്മൾ അവിടെ തൊട്ട് പുതിയൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്.
ദ സോൾ ആൻഡ് സ്പിരിറ്റ് ഓഫ് മാൻ കനോട്ട് ബി ഡിവൈഡഡ്. മനുഷ്യന്റെ ഉള്ളിലെ ഈ സോളും സ്പിരിറ്റും, ദേഹിയും ആത്മാവിനെയും തമ്മിൽ വേർതിരിക്കാൻ നിവൃത്തിയില്ല, രണ്ടാക്കാൻ സാധിക്കില്ല. മനുഷ്യൻ മരിക്കുമ്പോഴും അതിനെ രണ്ടാക്കാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ടുഗദർ. ഈ മനുഷ്യന്റെ സോളും സ്പിരിറ്റും അത് വേർതിരിക്കാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ക്ഷമിക്കണം, ഞാൻ ആരെയും ഉദ്ദേശിച്ചൊന്നുമല്ല പറയുന്നത്, പക്ഷേ സാധാരണ കേൾക്കുന്നുണ്ട്, എന്നോട് ആത്മാവ് പറഞ്ഞു എന്ന് പറയാറുണ്ട്. പലപ്പോഴും അത് ആത്മാവിന്റെ ശബ്ദമല്ല എന്നുള്ളത് ഓർക്കണം. ആത്മാവ് സംസാരിക്കില്ലെന്നല്ല, ആത്മാവ് സംസാരിക്കും. എന്നാൽ പലപ്പോഴും ദേഹിയിൽ നിന്നുള്ള ശബ്ദമാണ്. എനിക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ആത്മാവ് കാണിച്ചെന്നൊന്നും പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഏതാനും നാളുകൾക്കുള്ളിൽ അതെല്ലാം അടച്ചുപൂട്ടുകയാണ്. എന്താ കാരണം? ആ ശബ്ദം ആത്മാവിൽ നിന്നല്ല, സോളിൽ നിന്നാണ്. ഇതെങ്ങനെ വേർതിരിച്ചും മനസ്സിലാക്കാൻ സാധിക്കും? ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം നോക്കിക്കട്ടെ. ഈ മനുഷ്യന് ഞാൻ പറഞ്ഞു, ഈ ദേഹിയെയും ആത്മാവിനെയും സോളിനെയും സ്പിരിറ്റിനെയും രണ്ടാക്കാൻ നിവൃത്തിയില്ല, പക്ഷേ ഡിസൈൻ ചെയ്യാം. ഇത് സോളിൽ നിന്നാണോ സ്പിരിറ്റിൽ നിന്നാണോ? എന്റെ ഉള്ളിൽ ഉണ്ടായ ഈ ചിന്താഗതി ദൈവവേലയുള്ള ബന്ധത്തിൽ, ഞാനിപ്പോ വടക്കേ ഇന്ത്യക്ക് പോകണം, എനിക്കൊരു പ്രേരണ തോന്നി. ആ പ്രേരണ ആത്മാവിൽ നിന്നാണോ എന്റെ ദേഹിയിൽ നിന്നാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഹീബ്രൂസ് ചാപ്റ്റർ 4:12. എബ്രായ ലേഖനം 4:12 വായിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വേർപിരിക്കും വരെ തുളച്ചു ചെല്ലും. ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിച്ചോട്ടെ. For the word of God is living and powerful and sharper than any two-edged sword, piercing even the division of soul and spirit. The word of God divides whether it is from soul or whether it is spirit. ദൈവവചനത്താൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവം നമുക്കൊരു കാര്യം വെളിപ്പെടുത്തും. ഞാൻ ഈ ഭാഗം ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ ദൈവം ഒരു കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ വചനത്തിന് വിരുദ്ധമായി ദൈവം പറയില്ല. ദൈവജനത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ദൈവജനം നമ്മൾ പഠിക്കുമ്പോൾ, ദൈവജനത്തിലൂടെ ഒരു കാര്യം നമുക്ക് ബോധ്യമായി വരുന്നു. അതായത് ഇത് ദൈവത്തിന്റെ ആലോചനയാണോ മനുഷ്യന്റെ ആലോചനയാണോ? വെദർ ഇറ്റ് ഈസ് ഫ്രം ദ സോൾ ഓഫ് ദ മാൻ or whether it is from the spirit of man or the spirit of God. ദൈവജനത്താലേ അത് തിരിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഓർപ്പിച്ച പോലെ ഈ സോളും സ്പിരിറ്റും മനുഷ്യന്റെ മരണത്തിൽ പോലും വേർപിരിയത്തില്ല. It can never be separated into two entity. രണ്ട് വസ്തുതയാക്കി അതിനെ വേർതിരിച്ച് മാറ്റാൻ സാധിക്കില്ല. It is always together, man, soul and spirit. എന്നാൽ അതുകൊണ്ടാണ് മനുഷ്യനെ മൊത്തത്തിൽ പറയുവാൻ ഉൽപ്പത്തി 2:7 മനുഷ്യൻ ജീവനുള്ള ഒരു ദേഹിയായി, മാൻ became a living soul എന്ന് പറഞ്ഞാൽ, നോക്കുക, പാപം ചെയ്തിട്ടില്ല. അപ്പോൾ man became a living soul. It is showing even his spirit. അത് രണ്ടും കൂടെ ഒന്നാണ്. കർത്താവ് ധനവാനായ ഒരു ഭോഷനായ ഒരു ഫൂള് ഒരു റിച്ച് മാനോട് ചോദിക്കുന്നുണ്ട്. ലൂക്കോസ് 12:20 നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രിയിൽ, ഇംഗ്ലീഷിൽ വായിച്ചാൽ ദിസ് നൈറ്റ് ദൈ സോൾ ഷാൽ ബി റിക്കോർഡ് ഓഫ് ദീ, നിന്നോട് ഇന്ന് രാത്രി നിന്റെ ദേഹിയെ ആത്മാവിനെ ചോദിച്ചു. അതിനകത്ത് ഈ സോളും സ്പിരിറ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് പോകാം. ഞാന് ആദ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ഡിസൊബീഡിയൻസിനെ കുറിച്ചാണ്. മരണം എങ്ങനെ കടന്നു വന്നു എന്നുള്ളതാണ്. മരണവും മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഓർക്കണം, നാം പലപ്പോഴും പാപം ചെയ്യുന്നത് നമ്മുടെ സോളിൽ നിന്നാണ്, നമ്മുടെ ദേഹിയിൽ നിന്നാണ്. അതിന്റെ ഒരു ദൃഷ്ടാന്തം ഞാൻ ചൂണ്ടിക്കാണിക്കാം. സങ്കീർത്തനങ്ങൾ 23, വളരെ പ്രസിദ്ധമായ സങ്കീർത്തനം, ദാവീദിന്റെ സങ്കീർത്തനമാണ്. 23-ാമത്തെ വാക്യം. അവിടെ ദാവീദ് പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി റീസ്റ്റോറത്ത് മൈ സോൾ, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നാണ് മലയാളം ബൈബിളിൽ.
എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല ഇംഗ്ലീഷിൽ. ഹി റീസ്റ്റോറത്ത് മൈ സോൾ. അത് റീസ്റ്റോറത്ത് എന്നുള്ളത് ഹീബ്രു വാക്കിന്റെ അർത്ഥം ടേണത്ത് ബാക്ക്, എന്നെ മടക്കി കൊണ്ടുവരുന്നു. നമ്മൾ ഓർക്കണം, ബത്ശബയുടെ കാര്യത്തിൽ ദാവീദിന്റെ മനസ്സ് അല്ലെങ്കിൽ അവന്റെ സോള് ദൈവഹിതത്തിൽ നിന്ന് ദൂരവേക്ക് പോയി. ബത്ശബയുള്ള ബന്ധത്തിൽ അവന്റെ എമോഷനും അവന്റെ ഇച്ഛാശക്തിയും ഒക്കെ അവൻ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവൻ തെറ്റിപ്പോയി. പക്ഷേ ദാവീദ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ കരുണയാൽ ഹി റീസ്റ്റോർഡ് മൈ സോൾ, ദാവീദിനെ മടക്കി കൊണ്ടുവന്നു. നമ്മൾ ഓർക്കണം, മനുഷ്യൻ പാപം ചെയ്യാത്ത അവസ്ഥയിൽ, സിൻലെസ് കണ്ടീഷനിൽ, അവന് യാതൊരു തടസ്സവുമില്ലാതെ ദൈവത്തോട് സംസർഗം നടക്കുകയായിരുന്നു. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു പോകാം. വളരെ ശ്രദ്ധയോടുകൂടെ ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കണം. വൈ മാൻ ഡൈസ്, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? മരണവും മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. മരിക്കുന്നു, എന്താണ് മരണസമയം സംഭവിക്കുന്നത്, എന്തുകൊണ്ട് മരിക്കുന്നുവെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ ഈ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കണം. മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം ഏദൻ തോട്ടത്തിലാക്കി. ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിൽ ഓടി വരുന്നുണ്ട്. സകല പ്രപഞ്ചവും തന്റെ വാക്കാൽ സൃഷ്ടിച്ചിട്ട് തിരുവചനത്തിൽ വായിക്കുന്നു, ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി. ഇംഗ്ലീഷിൽ വായിച്ചാൽ ദ ലോർഡ് പ്ലാന്റഡ് എ ഗാർഡൻ. ഞാൻ ഒരുപാട് ചിന്തിച്ചു പോയി. എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. എന്നാൽ മനുഷ്യനെ കൊണ്ടുവന്നാക്കേണ്ടിയ ആ തോട്ടം ദൈവ കരം കൊണ്ട് നട്ടുണ്ടാക്കുകയാണ്. അവനായിരുന്നു തോട്ടക്കാരൻ. ഞാൻ ഓർത്തുപോയി, എൻ്റെ മനോമുഖരത്തിൽ ഞാൻ ഓർത്തുപോയി, ആ തോട്ടം എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്, സിറ്റിയാണ്. വളരെ കുറച്ച് സ്ഥലങ്ങളെ ആളുകൾക്കുള്ളൂ. 5 സെന്റ്, 10 സെന്റ്, 12 സെന്റ്, 15 സെന്റ്, ഇങ്ങനെയൊക്കെയാണ്. 15 സെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവനൊരു കാശുകാരന്. അതുപോലെ വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. പക്ഷെങ്കിൽ ഈ വീടുകളുടെ മുന്നിൽ കൂടെ പോയാൽ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. ഇന്ന് വലിയൊരു ബിസിനസ്സായി ഇവിടെ ഗാർഡനും ഗാർഡനേഴ്സും. അവർക്ക് കോൺട്രാക്ട് കൊടുത്താൽ മതി. അവർ വന്ന് ഈ ഗാർഡനൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ. വെറും 1 സെന്റ് 2 സെന്റേ ഉള്ളെങ്കിലും നമ്മൾ നോക്കി നിൽക്കുന്ന വിധത്തിലാണ് ആ വീടിന്റെ മുൻവശത്തെ പൂന്തോപ്പ് ശരിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഏദൻ തോട്ടം ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് നട്ടുണ്ടാക്കിയെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ. നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നിരിക്കും ഈ ഏദൻ തോട്ടം. മനുഷ്യനെ ദൈവം കൂട്ടിക്കൊണ്ട് അവിടെ കൊണ്ടുവന്നാക്കി. ദൈവം എന്തിനാ അവിടെ കൂട്ടിക്കൊണ്ടാക്കിയത്? വചനത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ വേല ചെയ്യുവാനും അതിനെ കാപ്പാൻ. 2 ജോലിയാണ് അവന് കൊടുത്തത്. വേല ചെയ്യുവാനും, ടു ടെൻഡ് ആൻഡ് ടു കീപ്. 2 ജോലിയാണ് അവന് കൊടുത്തത്. Man was engaged. എന്നാൽ അവിടെ ദൈവം മനുഷ്യന്, ഇനിയുള്ള ഭാഗം വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക, ആകെ ഒരു കമാൻഡ്മെന്റ് കൊടുത്തിട്ടുള്ളൂ. ഈ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ there was only one commandment to exercise his will, which is in his soul. വില്ലെന്ന് പറയുന്നത്, ഇച്ഛാശക്തി എന്ന് പറയുന്നത് അവന്റെ ദേഹിയിലാണ്, സോളിലാണ്. In order to exercise his will, there was only one commandment given. നോക്കുക, അല്ലെങ്കിൽ അവന്റെ ഇച്ഛാശക്തി ഒരിക്കലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നിവൃത്തിയില്ല. ദൈവം അതുകൊണ്ടാണ് ഒരു കൽപ്പന കൊടുത്തത്. 2-ാം അധ്യായത്തിന്റെ നോക്കുക, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 17-ാം വാക്യം നോക്കിയാട്ടെ. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. That was the only commandment by which Adam was able to exercise his will. അവന്റെ സോളിന്റെ ഒരു പാർട്ടാണ്, അവന്റെ ദേഹിയുടെ ഒരു ഭാഗമാണ് അവന്റെ ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ഏക കൽപ്പന ഇതായിരുന്നു. എല്ലാ വൃക്ഷത്തിന്റെ ഫലം തിന്നാം, പക്ഷേ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലമുണ്ട്. അത് മനുഷ്യനെ തെരഞ്ഞെടുക്കാം, അവന്റെ സോളിൽ നിന്ന് തെരഞ്ഞെടുക്കാം. അവനെ തെരഞ്ഞെടുത്ത് അത് തിന്നാം, തിന്നാതിരിക്കാം. മനുഷ്യൻ തെരഞ്ഞെടുത്തത് തെറ്റായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു.
ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ആ വൃക്ഷഫലം തിന്മാൻ അവൻ പറിച്ചു തിന്നു. പക്ഷേ ഉൽപ്പത്തി 5:5 നോക്കിക്കട്ടെ. 5:5 എന്താ വായിക്കുന്നത്? ആദമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. Adam lived 930 years. But what we have just read in chapter 2 verse 17, 2:17 എന്താ വായിച്ചത്? തിന്നുന്ന നാളിൽ നീ മരിക്കും. The very day you eat, in the day that you eat of it, you shall surely die. നീ തിന്നുന്ന ദിവസം നീ മരിക്കും. The very day you eat of that tree, you will die. നീ തിന്നുന്ന അന്ന് തന്നെ മരിക്കും. പക്ഷേ നമ്മളിപ്പോ എന്താ കണ്ടത്? ആദം 930 വർഷം ജീവിച്ചു, പക്ഷെ തിന്നുന്ന നാളിൽ മരിച്ചു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരു മരണം അവിടെ സംഭവിച്ചു. എവിടെയാണ് മരണം സംഭവിച്ചത്? ഇറ്റ് ഈസ് ഇൻ സ്പിരിറ്റ്. ദൈവമായിട്ട് സംസർഗം നടന്നുകൊണ്ടിരുന്നു ആദം. ദൈവം ആ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ഈ കമ്മ്യൂൺഡ് വിത്ത് മാൻ, മനുഷ്യനോട് സംസർഗം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ തൊട്ട് ദൈവത്തിന് സംസർഗം സാധ്യമല്ലാതായി. അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയുകയാണ്. ദൈവമായിട്ട് സംസർഗം നടത്തിയിരുന്ന ആത്മാവ് മരിച്ചു. തിന്നുന്ന നാളിൽ നീ മരിക്കും. Death has taken place in his spirit. അവന്റെ സോളാണ് എക്സസൈസ് ചെയ്തത്. അവന്റെ ഇച്ഛാശക്തിയിലാണ് അവൻ ദൈവത്തെ ഡിസൊബേ ചെയ്തത്. പക്ഷെങ്കിൽ കോൺസിക്വൻസ് ഫസ്റ്റ് കെയിം ടു ഹിസ് സ്പിരിറ്റ്. അവന്റെ ആത്മാവിൽ മരണം സംഭവിച്ചു. ഇനി നമുക്ക് നോക്കാം, ആ മരണം മൂലം എന്ത് സംഭവിച്ചു? അവന്റെ സോൾ ഉണ്ടല്ലോ, അവന്റെ ദേഹി ഉണ്ടല്ലോ, തിരുവചനത്തിൽ വായിക്കുന്നു, അത് ഇരുണ്ടുപോയി. ഇറ്റ് ബിക്കേം ഡാർക്കൻഡ് എന്ന് പറഞ്ഞ എന്താ? ആത്മാവിന്റെ പ്രകാശത്താൽ അവന്റെ ദേഹി സോള് പ്രകാശപൂരിതമായിരുന്നു. എന്നാൽ ആത്മാവ് ദൈവ സംസർഗത്തിൽ മരിച്ചു പോയപ്പോൾ, ഡെഡ് ആയപ്പോൾ, അവന്റെ സോള് നാളുകൾ കഴിയുന്തോറും ഇറ്റ് ബിക്കേം ഡാർക്കൻഡ്. സ്പിരിറ്റ് മരിച്ചു കിടക്കുക. പിന്നെ ഈ സോളിലാണ് അവന്റെ വെഞ്ചറിങ് ടു ഫൈൻഡ് ഔട്ട് ഗോഡ്. ദൈവം ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം മുഴുവൻ അവന്റെ സോളിലാണ്. ഞാൻ അല്പം കടന്നു പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ലോകത്തിലെ മതങ്ങളൊക്കെ നോക്കി, ഈ മതങ്ങളെല്ലാം സോളിലുള്ള ഒരു വെഞ്ചറിങ് ആണ്. ഈ എമോഷനൊക്കെ എവിടെയാ? സോളിലാ. ക്ഷമിക്കണം പറയുമ്പോൾ ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല. നോക്കുക, ഈ ആരാധനയുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്ന പലതുമാണ്. എന്താണ്? മണിയടിക്കുന്നു, നിറങ്ങളുള്ളതൊക്കെ കാണുന്നു, കതിന പൊട്ടിക്കുന്നു. എന്തിനായി ശബ്ദവും, എന്തിനായി മണിയടിയും, എന്തിനായി നിറമുള്ള ഈ പലതും നമ്മുടെ കൺമുമ്പിൽ നിരത്തുന്നത് ആരാധനയുള്ള ബന്ധത്തിൽ? ഇറ്റ് ഈസ് കേറ്ററിംഗ് ദ സോൾ, not the spirit. It is catering the soul. നിന്റെ ദേഹിയാണ് ഈ എമോഷനും ഇതൊക്കെ കുടികൊള്ളുന്നത് സോളിലാണ്. മനുഷ്യന്റെ സോള് ഡാർക്കൻഡായി. മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുവാൻ വളരെ ശ്രമം നടത്തുകയാണ് ആ സോളിൽ. മനോഹരമായൊരു ദൃഷ്ടാന്തം ഞാൻ പറയാം. മനുഷ്യന്റെ ശരീരം, അതിന്റെ ഫലമായി കോൺസിക്വൻസ് ഉണ്ടായി, ഡിറ്റീരിയേറ്റ് ചെയ്യാൻ തുടങ്ങി, അതും മരിക്കാൻ തുടങ്ങി. 3 പാർട്ടിലും ഡിസൊബീഡിയൻസിന്റെ ഭാഗമുണ്ടായി. സ്പിരിറ്റ് മരിച്ചു, സോള് അവന്റെ ദേഹി ഡാർക്കൻഡായി, അവന്റെ ബോഡി അതിന്റെ ഫലമായി കോൺസിക്വൻസ് ഡിറ്റീരിയേഷൻ, അതിന്റെ ബലഹീനമായി കൊണ്ടിരുന്നു. അവസാനം മരണത്തിലേക്ക് അതും ഏൽപ്പിച്ചു കൊടുക്കുന്നു. നോക്കുക, മനോഹരമായ ദൃഷ്ടാന്തം പറഞ്ഞോട്ടെ. മനുഷ്യന്റെ ശരീരത്തെ അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വത്തെ ഒരു 3 നില കെട്ടിടത്തോട് ഉപമിച്ച് ആരോ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു. താഴത്തെ നില അവന്റെ ശരീരം, നടുക്കത്തെ നില അവന്റെ സോള്, മുകളിലത്തെ നില അവന്റെ ആത്മാവാണ്. ഈ ആത്മാവിൽ ദൈവത്തോട് സംസർഗം നടത്തി എന്തോ ഒരു ഭൂകമ്പം ഉണ്ടായി. മുകളിലത്തെ നില ഇടിഞ്ഞുപോയി, അത് താഴെ വന്ന് വീണു. പാപത്തിന്റെ ഫലമായി the upper story, which is the spirit, it was broken and it came down. Then the man became a soulish man. വചനത്തിൽ എന്താ വായിക്കുന്നത്? നാച്ചുറൽ മാൻ. ഞാൻ എടുക്കാതെ പറയട്ടെ, അതൊക്കെ എടുക്കാൻ പോയാൽ ദീർഘമായി പോകും. പൗലോസ് കൊരിന്ത്യ സഭയിലെ രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് പറയുമ്പോൾ നമ്മള്
1 കൊരിന്ത്യർ 2:14 വായിക്കുന്നു, പ്രാകൃത മനുഷ്യൻ. മലയാളം ബൈബിളില് ഈ പ്രാകൃതം എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് ഒരു വല്ലാത്ത ഫീലിംഗ് നമുക്കുണ്ടാകും. പ്രാകൃത മനുഷ്യൻ എന്ന, എന്നാൽ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ? നാച്ചുറൽ മാൻ എന്ന. ആ വാക്കിന്റെ യഥാർത്ഥമായ ആശയം സോളിഷ് മാൻ എന്ന. സോളിഷ് മാൻ, സോളിഷ് എന്നുള്ളത് ഇറ്റ് ഈസ് അഡ്ജക്റ്റീവ് ഓഫ് സോൾ. അത് ദേഹിയുടെ അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ ഓർക്കണം, രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ ആരാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കുക, രക്ഷിക്കപ്പെടാത്ത എല്ലാ മനുഷ്യനും ആരാണ്? നമ്മൾ ഓർത്തതുപോലെ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹീസ് എ സോളിഷ് മാൻ. 1 Corinthians 2:14 വായിക്കുന്നത് ഹീസ് എ സോളിഷ് മാൻ ബിക്കോസ് ഹിസ് സ്പിരിറ്റ് ഈസ് ഡെഡ്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം നിക്കോദീമോസിനോട്, വീണ്ടും ജനിക്കണം, നീ സ്വർഗരാജ്യം കാണണമെങ്കിൽ വീണ്ടും ജനിക്കണം. ആ വീണ്ടും ജനനം എവിടെയാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ സ്പിരിറ്റ്. ഇറ്റ് ഈസ് ഇൻ ദ സ്പിരിറ്റ്. ആ സ്പിരിറ്റിലാണ് വീണ്ടും ജനനം നടക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് ഈ ഭാഗം വിടാനായിട്ട് ശ്രമിക്കാം. നോക്കുക, മനുഷ്യന്റെ സോള് ഡാർക്കൻഡ് ആയി തീർന്നു. Man became a soulish man. അവനൊരു ഒരു പ്രാകൃത മനുഷ്യനായി മാറി. അവന്റെ സോള് എമോഷനും അവന്റെ സോള് ഇതിനൊക്കെ പ്രാധാന്യത കൊടുക്കുന്നത് സോളിലാണ്. അതുകൊണ്ടാണ് കതിന പൊട്ടിക്കുന്നു, വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു, ചേങ്ങലയടിക്കുന്നു, നിറങ്ങളുള്ളതൊക്കെ കാണിക്കുന്നു. ഉത്സവങ്ങളിലൊക്കെ നമ്മൾ അതൊക്കെ കാണുകയാണ്. എന്താ കാരണം? ഇറ്റ് ഈസ് ഓൾ കേറ്ററിംഗ് ദ സോളിഷ് മാൻ, നാച്ചുറൽ മാൻ. ഈ രക്ഷിക്കപ്പെടാത്ത മനുഷ്യനെ അവനെ സന്തോഷിപ്പിക്കുകയാണ് സാത്താൻ. ഹീസ് എ ഒറിജിനേറ്റർ ഓഫ് ഓൾ കൈൻഡ് ഓഫ് ഡിസെപ്ഷൻ. എല്ലാ കാപട്യത്തിന്റെയും അതിന്റെ ഒറിജിനേറ്റർ, അതിന്റെ ആരംഭം സാത്താനാണ്. സാത്താൻ എന്ത് ചെയ്തു? ഇത് മുതലെടുത്തു. 2 കൊരിന്ത്യർ 11 അധ്യായം. എനിക്ക് വളരെ ദീർഘമായ ആ ഭാഗം പറയാം, പക്ഷെ ഞാൻ ആ ഭാഗം വായിച്ചു നിർത്താൻ പോവുകയാണ് വിത്ത് 1 or 2 sentences. 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 14 വാക്യം, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെളിച്ചദൂതൻ, ഏഞ്ചൽ ഓഫ് ലൈറ്റ്, and the ministers of righteousness. അവരെ എന്തിന് നമ്മൾ കുറ്റം പറയുന്നു? അവര് വെളിച്ചത്തിന്റെ ദൂതന്മാരാണ്. പക്ഷെ അതാരാ? കൗണ്ടർ ഫെയ്റ്റ് സ്പിരിറ്റ് ആണ്. സാത്താൻ വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മനുഷ്യന്റെ ഈ സോള് അത് ഡാർക്കൻഡായി അത് വെഞ്ചർ ചെയ്യുകയാണ് ദൈവത്തെ കണ്ടുപിടിക്കുവാൻ. സാത്താൻ അത് മുതലെടുത്തു. ദൈവം പറയുന്നില്ലേ, മനുഷ്യൻ നമ്മെപ്പോലെ ഒരുവനെ പോലെയായി. ഞാൻ ആ ഭാഗം ഇരുന്ന് പഠിച്ചു, ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് ലോകത്തിൽ മതങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, എത്രയോ ദൈവങ്ങളാണ്, എത്രയോ ദൈവങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും ഇതുമൂലം ഉണ്ടായി. മനുഷ്യൻ നമ്മെപ്പോലെ ഒരുവനായി. നമുക്ക് നോക്കാം അതിന്റെ കോൺസിക്വൻസ്. അവന്റെ ശരീരത്തിൽ അവൻ റീപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. നമുക്ക് റോമലേഖനം 5 അധ്യായം പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ഈ സത്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് പൗലോസ് ഈ രക്ഷയുടെ സകലവിധ കാര്യങ്ങളും പറയുന്ന അധ്യായത്തിൽ 5 അധ്യായത്തിന്റെ 12 അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനാൽ പാപം. നമ്മൾ കണ്ടു, ആദമിന്റെ പാപം ലോകത്തിൽ അനുസരണക്കേട് പാപം കടന്നു വരാനിടയായി. പാപം കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മരണവും ലോകത്തിൽ കടന്നു വന്നു. മരണം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം സെപ്പറേഷൻ ആണ്. സെപ്പറേഷൻ. തിന്നുന്ന നാളിൽ നീ മരിക്കും. Man was separated from God. Physical death. He is separated. His soul and spirit is separated from the body. Eternal death. Nitya maranam. He is eternally separated from God. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഡെത്ത് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ്. ഈ മെഡിക്കൽ ഫീൽഡിൽ ഇതിന് പല വാക്കുകൾ പറയും.
സീസിങ് എ ബോഡിലി ഫങ്ഷൻ. ശരീരത്തിന്റെ പ്രവൃത്തികളൊക്കെ നിലയ്ക്കുന്നതിനാണ് മരണമെന്ന് പറയുന്നത്. സാഹിത്യത്തിൽ പറയുന്നുണ്ട് എ മൈൽ സ്റ്റോൺ ഓൺ ദ റോഡ്. ഒരു ജീവിതത്തിന്റെ ഒരു നാഴികക്കല്ലാണ് മരണം എന്നൊക്കെ സാഹിത്യം പറയുന്നുണ്ട്. പക്ഷേ വേദപുസ്തകം പറയുന്ന ഒരു വാക്കാണ് why man die. മനുഷ്യൻ മരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് തിയോളജിക്കൽ, ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു ഗോഡ്. ഡെത്ത് ഈസ് തിയോളജിക്കൽ. ഹീബ്രൂസ് ചാപ്റ്റർ 9 എബ്രായലേഖനം 9:27 നമ്മൾ വരുമ്പോൾ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ എങ്ങനെയാ വായിക്കുന്നത്? ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മാൻ ടു ഡൈ വൺസ് ആഫ്റ്റർ ദാറ്റ് ദ ജഡ്ജ്മെന്റ്. Who has appointed it? God has appointed. Why death comes to man? എന്തുകൊണ്ട് മരണം കടന്നു വരുന്നു? ദൈവം അത് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. മനുഷ്യൻ മരിക്കണം, അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ ദ അജണ്ട ബൈ ഗോഡ്. അതിന്റെ മറ്റൊരാശയം, ലിറ്ററലി ആക്ഷരികമായ ആശയം, ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റോർ. ഡെത്ത് ഈസ് ഇൻ ദ സ്റ്റോർ. അല്ലയോ മനുഷ്യ, അല്ലയോ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഡെത്ത് ഈസ് ഇൻ ദ സ്റ്റോർ ബിക്കോസ് ഇറ്റ് ഈസ് എ ജഡ്ജ്മെന്റ് ഫ്രം ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് തിയോളജിക്കൽ. അത് ദൈവികമാണ് മരണം. ദൈവികമാണ് മരണം. മരണം മറ്റ് യാതൊരു ഒരു അതിന് വേറെ ഒരു ഡിസ്ക്രിപ്ഷനും വേണ്ട. വചനം കൃത്യമായി പറയുന്നു, ഇറ്റ് ഈസ് കമാൻഡഡ് ബൈ ഗോഡ്. വീണ്ടും നമ്മൾ ഓർക്കുക, റോമർ 6:23, പാപത്തിന്റെ ശമ്പളമാണ് മരണം. The wages of sin is death. You are dying because of sin. Why man dies? മനുഷ്യനെ മരിക്കാൻ സൃഷ്ടിച്ചതല്ല. മരണം ദൈവം സൃഷ്ടിച്ചതല്ല. ഏക മനുഷ്യനാൽ പാപം, പാപത്താൽ മരണം കടന്നു വരികയായിരുന്നു. ഡെത്ത് ഈസ് an intruder. ദൈവം സൃഷ്ടിച്ചതല്ല. എത്രയോ കണ്ണുനീർ യോഗത്തിൽ ഒഴിക്കുന്നു, എത്രയോ കണ്ണുനീർ. കേരളത്തിലൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ നിങ്ങൾ വാർത്തയിൽ വായിക്കുന്നു. ഞാൻ ന്യൂസ് കാണുമ്പോൾ കരയുന്ന കണ്ടാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ത് കണ്ണുനീരാണ് ഈ ലോകത്തിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങൾ അവരുടെ അപ്പന്മാർ കൊല്ലപ്പെടുമ്പോൾ, മരിക്കുമ്പോൾ കരയുന്നു. എത്ര കുഞ്ഞുങ്ങൾ അവരുടെ മാതാക്കൾ മരിക്കുമ്പോൾ കരയുന്നു. എത്ര മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ കരയുന്നു. ദൈവം സൃഷ്ടിച്ചതല്ല ഈ മരണം. മരണം കടന്നു വന്നതാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ദൈവത്തിന്റെ കൽപ്പനയാണ്, നീ തിന്നുന്ന നാളിൽ മരിക്കും. ആ മരണം ആത്മാവിൽ സംഭവിച്ചു. അതിന്റെ ഫലം അവന്റെ സോളിലുണ്ടായി, അവന്റെ ശരീരത്തിലും ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 2:7 മനുഷ്യനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി മാറി. എന്നാൽ മരണമെന്നുള്ളത് ഞാനൊന്ന് വായിച്ചോട്ടെ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാകുന്നു. ബോഡി വിതൗട്ട് ദ സ്പിരിറ്റ് ഈസ് ഡെഡ്. ബോഡി വിതൗട്ട് ദ സ്പിരിറ്റ് ഈസ് ഡെഡ്. ഞാൻ ഈ ഭാഗം, ഈ ഡെത്ത് ആൻഡ് ആഫ്റ്റർ ലൈഫ് എന്ന വിഷയം ഞാൻ പഠിച്ചപ്പോൾ വളരെയധികം എന്നെ സ്പർശിച്ച ഒരു ഭാഗമാണ് ഇനി ഞാൻ പറയുന്നത്. അതായത് ബൈബിള് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു സാഹിത്യത്തിലും പറയാത്ത ഒരു പ്രത്യേക പ്രയോഗം മരണത്തോടുള്ള ബന്ധത്തിൽ സഭാപ്രസംഗികൾ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. ഞാൻ ഓർപ്പിച്ച പോലെ ലോകത്തിലുള്ള ഒരു ഭാഷയിലും മരണത്തെക്കുറിച്ച് ഇത്രയധികം വിശദമായി പറഞ്ഞൊരു ഭാഗമില്ല. നമ്മൾ ഓടിച്ച ഭാഗം കടന്നു പോകാം, സഭാപ്രസംഗി 12:1-9 വരെ. പക്ഷേ ആ ഭാഗം ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. ഇതേ വാക്കാണല്ലോ ദൈവദാസന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിലും പത്രോസ് ലേഖനത്തിലും ഒക്കെ ഇത് വായിക്കുന്നു. ഞാൻ 1-2 വാക്യം വായിച്ചോട്ടെ, ഇനി ഒന്ന് നോക്കാം. ആ മരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. Death comes to the body when the soul and spirit leaves his body. Life comes
മണ്ണുകൊണ്ടുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ഒരു ദേഹിയായി മാറി. He became a living soul. When the spirit came, ആ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവ് വന്നപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി. ആത്മാവ് വിട്ടുപോകുമ്പോൾ അവൻ മർത്യനായി, അവൻ മരിച്ച ശരീരമായി മാറി. കൊരിന്ത് ലേഖനം 2 കൊരിന്ത്യർ 5:1. ഈ വാക്യത്തിന് വളരെ ആശയമുണ്ട്. നമുക്കൊരു നിമിഷം അത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, അധികം എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം. പൗലോസ് മരണത്തെ കുറിച്ച് പറയുന്നതാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയും. ഈ കൂടാരത്തിൽ ഞെരകിക്കൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് പോവുകയാണ്. നോക്കുക, പൗലോസോട് പറയുന്ന വാക്ക് ആസ് എ ടെന്റ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ, മരണത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. പൗലോസ് ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിൽ കൂടുതൽ ആശയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാരണം? പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. യഹൂദന്മാരെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ എല്ലാ യഹൂദ ബാലന്മാരും ഒരു പ്രൊഫഷൻ അവരെ പഠിപ്പിക്കും. അവരുടെ ബാല്യപ്രായത്തിൽ ഇന്ന് നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന പോലെ every Jewish boy was trained in one profession. ഒരു പ്രൊഫഷനിൽ അവനെ ട്രെയിൻ ചെയ്തിരിക്കും. പൗലോസിനെ ചെറുപ്പം തൊട്ട് ട്രെയിൻ ചെയ്തെടുത്തത് കൂടാരപ്പണിയാണ്. നമ്മുടെ കർത്താവ് യോസെഫിന്റെ പണിശാലയിലെ ഒരു കാർപ്പൻ്ററായി ട്രെയിൻ ചെയ്യപ്പെട്ടു. അങ്ങനെ ഓരോ യഹൂദ ബാലന്മാരും they will study one profession. അവരുടെ ജീവിതത്തെ സന്ധാരണത്തിനായിട്ട് അത് പഠിക്കുമായിരുന്നു. പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനാണ്. ഞാൻ ചോദിച്ചോട്ടെ, ആ കരങ്ങൾ കൊണ്ട് എത്രയോ കൂടാരങ്ങൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. തിരശ്ശീലകളൊക്കെ കാറ്റുകൊണ്ടും വെയിലുകൊണ്ടും മഴ കൊണ്ടും അതൊക്കെ ക്ഷീണിച്ച് അതൊക്കെ കീറുമ്പോൾ പൗലോസിന്റെ കരങ്ങളൊക്കെ തുന്നി ആ കൂടാരങ്ങളൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. പൗലോസ് ശരീരത്തെ കൂടാരത്തോട് ഉപമിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആ കൂടാരം എത്ര റിപ്പയർ ചെയ്താലും എന്തെല്ലാം ചെയ്താലും കാലങ്ങൾ കഴിയും തോറും വേറെ കൊണ്ട് അതിനൊരു കാര്യം സംഭവിക്കും. എന്ത് സംഭവിക്കും? അത് അവസാനം ആ കൂടാരം നിലം പരിചാകും. ആ കൂടാരം കീറിപ്പോകും, നിലത്ത് വീഴും. ആ കൂടാരം നിലത്ത് വീഴുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ആ കൂടാരത്തിന്റെ അകത്തിരിക്കുന്നവരെന്തോയും പുറത്തേക്ക് പോകും. ഇറ്റ് ഈസ് ദ സെയിം തിങ് ദാറ്റ് ഹാപ്പൻസ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. മരണസമയത്ത് സംഭവിക്കുന്ന അത് തന്നെയാണ്. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിയുമ്പോൾ ഈ കൂടാരത്തിന്റെ ഉള്ളിലുള്ള ദേഹിമാത്മാവും അവിടെ നിന്ന് വിട്ടുപോവുകയാണ്. പത്രോസ് രേഖപ്പെടുത്തി. 2 പത്രോസ് 1-ാം അധ്യായം, 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കട്ടെ. 2 പത്രോസ് 1:13. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്ന പോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തത് യുക്തമെന്ന് വിചാരിക്കുന്നു. അവിടെ പത്രോസൻ തന്റെ ശരീരത്തിന് കൂടാരമെന്നാണ് അവിടെ പറഞ്ഞത്. നിങ്ങൾ യോബിന്റെ പുസ്തകത്തിൽ കടന്നുപോയ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം അവിടെ വായിക്കുന്നുണ്ട്. പൊടിയിൽ നിന്നുത്ഭവിച്ച് മൺകൂരകളിൽ പാർത്തുവെന്ന്. യോബ് 4:19. ഞാന് അവിടെ നിർത്തട്ടെ. ഇവിടെ ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തെ കൂടാരമായി എടുത്ത് പറയുമ്പോൾ നമ്മള് മറക്കാതെ ഓർക്കുക, അതിന്റെ വേറെ ടേറിനെ നമ്മളെ ഓർപ്പിക്കുന്നു. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിയും. നോക്കുക, ഇത് പഴയ നിയമത്തിൽ ഞാൻ ഓർപ്പിച്ചു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞ ഭാഗം എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഞാൻ ഓടിച്ചും പറയാം. ഞാൻ അതിന്റെ ടൈം മുഴുവൻ എടുത്താൽ ഇതൊരു ക്ലാസ് ആയിട്ട് മാറും. സഭാപ്രസംഗി 12-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്ര മനോഹരമായി ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ആ ഭാഗം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വേദ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചു. മരണത്തെക്കുറിച്ച് ഇത്ര വിവിഡായി, ഇത്ര ഡിസ്ക്രിപ്റ്റീവായി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ, അതത്ര മനോഹരമായി മരണത്തെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന
ഈ ഇതുപോലൊരു ഭാഗം മറ്റ് ഒരു സാഹിത്യത്തിലുമില്ല എന്ന് പറയുകയുണ്ടായി. സഭാപ്രസംഗി 12:1 തൊട്ട് 9 വരെയുള്ള വാക്യം വായിക്കണം. ഞാനത് വായിക്കേണ്ട എന്ന് കരുതുന്നു, പക്ഷേ ഞാനത് പറഞ്ഞു പോകാം. ഇവിടെ പറയുന്നത് ഇപ്പൊ പൗലോസ് പറഞ്ഞ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകുന്നതിനുള്ള ബന്ധത്തിലാണ്. ഇവിടെ യൗവനക്കാരോട് ഓർപ്പിക്കുകയാണ്, നിന്റെ യൗവനകാലത്ത് നിന്റെ സിസ്റ്റാവിനെ അറിഞ്ഞോണം. ലേ എ ഗുഡ് ഫൗണ്ടേഷൻ. 11:9 യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. എന്നാൽ അതിന്റെ അവസാനം വായിക്കുന്നു ആ വാക്യത്തിന്, എന്നാൽ ഇവയൊക്കെയും ദൈവം നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തും. യൗവനക്കാരോട് പറയുകയാണ്, നിന്റെ സിസ്റ്റാവിനെ നീ ഓർത്തോണം. നിന്റെ യൗവനകാലത്ത് അനേക മോഹങ്ങൾ നിന്റെ മനസ്സിലുണ്ട്, പല ജഡീക ഉല്ലാസങ്ങൾക്ക് പോകുവാൻ നിന്നെ പ്രേരിപ്പിക്കും. പക്ഷേ യു ലേ എ ഗുഡ് ഫൗണ്ടേഷൻ. ദൈവത്തിന് മുന്നിൽ നല്ല ഒരു ഫൗണ്ടേഷൻ ഇട്ടോണം. എന്നിട്ട് മരണത്തെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ അതിന്റെ 3-ാം വാക്യം നോക്കി, അന്ന് വീട്ടുകാർ വീടെന്നാണ് പറഞ്ഞത്. ആ ശരീരത്തിന് കൂടാരമെന്നാണ് പൗലോസ് ഉപയോഗിച്ചത്. ഇവിടെ വീടെന്നാണ് പറഞ്ഞത്. ആ വീട്ടിൽ നോക്കുക, ഒരു സ്ലോലി ഉള്ള ഡിറ്റീരിയേഷൻ. ഞാൻ ആ ഭാഗം ഒരുപാട് ഇരുന്ന് ധ്യാനിച്ചു നോക്കി, പഠിച്ചു നോക്കി. ഒരു വീടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വീടെന്ന് പറഞ്ഞ ശേഷം ഞാൻ ഓടിച്ചു പറയുകയാണ്. ഏതാനും 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടിക്കോട്ടെ. എന്നെ കേൾക്കുന്നത് അനേക സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ചിലർക്ക് ഇത് അറിഞ്ഞുകൂടായിരിക്കാം. ഇവിടെ 3-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ വീട്ട് കാവൽക്കാർ, ദ കീപ്പേഴ്സ് ഓഫ് ദ ഹൗസ്. ആരാണ് ഈ വീട്? ഈ ശരീരത്തിനെ വീടിനോട് ഉപമിച്ചു, കൂടാരത്തോട് ഉപമിച്ചു. പത്രോസ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, യോബിന്റെ പുസ്തകത്തിൽ വായിച്ചു. ഈ വീടിന്റെ കാവൽക്കാരാണ്? നമ്മുടെ കൈകാലുകളാണ്, കരങ്ങളാണ്. നമ്മുടെ കരങ്ങൾ സ്ട്രോങ് ആൻഡ് ആക്റ്റീവ്. നമ്മളെ ഈ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന ഈ കരങ്ങളാണ്. അടുത്തു വരുന്ന അപകടങ്ങളെയൊക്കെ തട്ടികളയും. ഈ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന കരങ്ങളാണ് കീപ്പേഴ്സ് ഓഫ് ദ ഹൗസ്, അല്ലെങ്കിൽ കാവൽക്കാർ. 2 വായിക്കുന്നു, ബലവാന്മാർ കുനിയും, ദ സ്ട്രോങ് മാൻ. അടുത്തായിട്ട് വായിക്കുന്നു, ബലവാന്മാർ കുനിയും. എന്താ അതിന്റെ അർത്ഥം? ബലവാന്മാർ കുനിയും. നിങ്ങൾക്കറിയാം, പ്രായം ചെല്ലുമ്പോൾ കാലിനൊക്കെ ബലഹീനമാകും, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാകും, അരയ്ക്കുന്നവർ ചുരുക്കമായി മാറും, പല്ലിന്റെ എണ്ണമൊക്കെ കുറഞ്ഞോണ്ടിരിക്കും, അരയ്ക്കുന്നവർ ചുരുക്കമാകും, കിളിവാതിലുകളിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും, കണ്ണിന്റെ കാഴ്ചയൊക്കെ മങ്ങിത്തുടങ്ങും. ദ ഡോർസ് ഓൺ ദ സ്ട്രീറ്റ് ആർ ഷട്ട്. തെരുവിലെ കഥകളൊക്കെ അടയും, കേൾക്കുന്ന ശബ്ദമൊക്കെ കുറഞ്ഞു വരും, പക്ഷികളുടെ ശബ്ദങ്ങൾ ഉണർന്നു പോകും. ചെറിയൊരു ശബ്ദം മതി, പ്രായം ചെന്നാൽ ഉണരും. ഞാൻ ചിലപ്പം കാണാറുണ്ട് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കിടന്നുറങ്ങുന്നത്. ആരോ പറഞ്ഞ പോലെ എന്ത് ശബ്ദം ഉണ്ടായാലും കൊള്ളാം, അവര് കിടന്നങ്ങ് ഉറങ്ങും. അവർക്ക് മണിക്കൂർ ഉറങ്ങുന്നതിന് ഒരു പ്രശ്നമില്ല. പ്രായമുള്ളവർക്കോ ചെറിയൊരു ശബ്ദത്തിങ്കൽ അവർ ഉണർന്നു പോകും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. പിന്നീട് പാട്ടുകാരത്തികളൊക്കെയും തളരും. കോഡ്, വക്കൽ കോഡ് പ്രായമാകുമ്പോൾ അത് ക്ഷീണിക്കുന്നത് പറയുകയാണ്. കയറ്റത്തെ ഭയപ്പെടും. യെസ്, പ്രായം ചെല്ലുമ്പോഴത്തെ ഒരു ഇതാണ്. ബദാം വൃക്ഷം പൂക്കും. തലമുടിയൊക്കെ നരച്ച്, ബദാമാണ് സീസണില് വെള്ള നിറമുള്ള പൂക്കൾ കൊണ്ടുവരുന്നത്. അതുപോലെ തലമുടിയൊക്കെ വെള്ള നിറമാകും. തുള്ളന് ഇഴഞ്ഞു നടക്കും. പല വ്യാഖ്യാനം അതുള്ള ബന്ധത്തിലുണ്ട്. വളരെ ചെറുകയാണ് തുള്ളൻ നടക്കുന്നത്. അതുപോലെ മനുഷ്യൻ പ്രായം ചെല്ലുമ്പോൾ നടക്കുന്ന ഒരു ചിത്രമാണത്. രോചനക്കുലു ഭരിക്കാതെ വരും. എന്തെല്ലാം ചെയ്താലും, മരുന്നുകളൊക്കെ കഴിച്ചാലും, ടോണിക്കൊക്കെ കഴിച്ചാലും അതൊന്നും ഫലിക്കാതെ വരും. എന്നിട്ട് പറയുന്നുണ്ട്, അവസാനം പറയുന്ന നോക്കാട്ടെ, 6-ാം വാക്യം, വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ കുടമുടയും, കിണറ്റിലെ ചക്രം തകരും. അത് മരണത്തെ കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നതിന്, പൊടിപണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ഓ, എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കട്ടെ. ആത്മാവതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. 5-ാം വാക്യം, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും.
ഞാനത് അധികം വിശദീകരിക്കുന്നില്ല. എന്നാൽ ഞാനത് അവിടെ നിർത്തട്ടെ. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. എറ്റേണൽ ഹൗസ്. പൗലോസ് പറഞ്ഞില്ലേ, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിത്യമായ ഒരു ഭവനമുണ്ട്. ഈ കൂടാരത്തിൽ ഞെരുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യൻ മരിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു, പൊടിപണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചെയ്യും, മണ്ണിനേൽപ്പിച്ചു കൊടുക്കും ശരീരത്തെ. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ, ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. എന്നാൽ ഇവിടെ ഇനിയുള്ള കാര്യങ്ങൾ ഞാനും നിങ്ങളും കൂടുതൽ ശ്രദ്ധിച്ചാൽ വളരെ ആശ്വാസമുണ്ടാകും. മരണത്തിന്റെ വേളകളിൽ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ എന്താണെന്നറിയാമോ? നോക്കുക, ഇവിടെ നമ്മൾ വായിച്ചു, പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. സോൾ, നമ്മൾ ഓർത്തു, സോളും സ്പിരിറ്റും കൂടാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് അത് പോകും. ഈ സോൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മള് ഡെത്തിനെ കുറിച്ച് കണ്ടു. ഇനി വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്, മരണശേഷം സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ആദ്യം ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ സോള് മരിക്കുമോ? നോ. Does the soul die when the body dies? An emphatic no. ഇല്ല. നോക്കുക, കർത്താവിന്റെ മരണ പുനരുത്ഥാന ശേഷം ദൈവമക്കളുടെ മരണത്തിന് ഒരു പ്രത്യേക പദം ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അത് വളരെയധികം എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ഉറക്കം എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്ലീപ്പ്, നിദ്ര. നമ്മള് ലാസറിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. യോഹന്നാൻ 11:11-14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുന്നു. അവർക്ക് പിടികിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, ലാസർ മരിച്ചു. തെസ്സലോനിക്ക ലേഖനത്തിൽ വരുമ്പോൾ മനോഹരമാണ് ആ ഭാഗം. ഞാനൊന്ന് എടുത്തോട്ടെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം. ആ ഭാഗം പൗലോസ് പല പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 13 തൊട്ടുള്ള വാക്യം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 തൊട്ടുള്ള വാക്യം. അവിടെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. 14-ാം വാക്യം, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും. 15-ാം വാക്യം, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്ന നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല. നിദ്ര കൊണ്ടവർ എന്ന് പൗലോസ് എടുത്തു പറയുന്നു. Those who sleep in Jesus. Those who sleep in Jesus. അതിന്റെ 14-ാം വാക്യമുണ്ടല്ലോ, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ആ വാക്യം വേറൊരു വിധത്തിൽ ഭാഷാന്തരം ചെയ്യാം. them also which sleep in Jesus. യേശുവിൽ നിദ്ര പ്രാപിച്ചവർ. them also who have been put to sleep by Jesus. യേശു ക്രിസ്തു ഉറക്കിയവരെന്നാണ്. സൗരന്മാരെ, ഒരു കുഞ്ഞ് കളിക്കുകയാണ് രാവിലെ തൊട്ട്. അവൻ വെളിയിൽ വെയിലത്ത് കിടന്ന് കളിക്കുകയാണ്. അവൻ മണ്ണിൽ കിടന്ന് കളിക്കുകയാണ്. അവൻ കളിച്ചു തളർന്നു. അവന്റെ മാതാവ് അവനെ കുളിപ്പിച്ചിട്ട് അവനെ ഭക്ഷണം കൊടുത്ത് പാട്ടുപാടി ഉറക്കുന്നു. അതേ ആശയമാണ് them also who have been put to sleep by Jesus. ഈ മർത്യ ശരീരം രോഗങ്ങളും വേദനയും ഭാരങ്ങളും ഒക്കെ ഉണ്ട്. അവരെ കർത്താവ് ഒരു മാതാവ് കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ ഉറക്കുകയാണ്. ആ മരണം അവർക്ക് ഉറക്കമാണ്. എന്നാൽ ഈ ഉറങ്ങുന്നത് ദേഹി ഉറങ്ങുമോ? Does the soul sleep? No. എങ്ങനെ മനസ്സിലാക്കാം? ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ. മാത്യു ചാപ്റ്റർ 27 വളരെ പ്രാധാന്യത അർഹിക്കുന്നു ആ വാക്യം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. അവിടെ ഏത് പാർട്ടാണ് മനുഷ്യന്റെ ഉറങ്ങുന്നത്? ഇവിടെയൊക്കെ നമ്മൾ നിദ്ര പ്രാപിച്ചു എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. ഇവിടെ
നമുക്ക് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കർത്താവിന്റെ പുനരുത്ഥാന സമയം. 52-ാം വാക്യം. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. അടുത്ത വാക്യം. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്യമാണ്. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ആൻഡ് ദ ഗ്രേവ്സ് വർ ഓപ്പൺ ആൻഡ് മെനി ബോഡീസ് ഓഫ് ദ സെയിന്റ്സ് വിച്ച് സ്ലെപ്റ്റ് അറോസ്. മെനി ബോഡീസ് ഓഫ് ദ സെയിന്റ്സ് വിച്ച് സ്ലെപ്റ്റ്. എന്റെ സഹോദരന്മാരെ, ഉറങ്ങിയത് എന്താണ്? ശരീരമാണ് ഉറങ്ങിയത്, സോളല്ല ഉറങ്ങിയത്. മനുഷ്യന്റെ ശരീരമാണ് ഉറങ്ങിയത്. ബോഡീസ് ദാറ്റ് വർ സ്ലെപ്റ്റ്. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ. എന്റെ മാതാവും പിതാവും മരിച്ചു. എനിക്ക് ഏക സഹോദരൻ, എന്റെ ഒരു സഹോദരൻ വളരെ പ്രായക്കുറവ്, 50 വയസ്സിൽ അവൻ മരിക്കും. ഞാൻ ഈ വാക്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഓർത്തിട്ടുണ്ട്. ശരീരമാണ് നിദ്ര കേൾപ്പിച്ചു കൊടുത്തത്. അവരുറങ്ങിയിട്ടില്ലേ? അവരുടെ ആത്മാവും ദേഹിയും ഉറങ്ങിയിട്ടില്ലേ? ആത്മാവിനും ദേഹിക്കും എന്ത് പറ്റി? ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. ബൈ ദ വേ, നമ്മള് ശവമടക്കുന്ന സ്ഥലത്തിന് ഒരു പേര് പറയുന്നുണ്ട്, സെമിട്രി. സെമിട്രി എന്നുള്ള ഗ്രീക്ക് വാക്ക് കൊയ്മിറ്റീരിയ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ആ വാക്കാണ് പിന്നീട് സെമിട്രി എന്നായത്. സെമിട്രി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉറങ്ങുന്ന സ്ഥലമെന്ന. ഉറങ്ങുന്ന സ്ഥലമെന്ന. 1-ാം നൂറ്റാണ്ടിൽ വിശുദ്ധന്മാരുടെ ശരീരങ്ങളെ ഉറക്കത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അവരെ അടക്കിയ സ്ഥലത്തിന് അവർ വിളിച്ചു സെമിട്രി. കാരണം ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ദെയർ ബോഡീസ് ആർ സ്ലീപ്പിംഗ്. അവരുടെ ശരീരങ്ങളാണ് ഉറങ്ങുന്നത്. ആ ശരീരം ഉണരും. അവരുടെ ദേഹിമാത്മാവ്, സോള് എന്ത് സംഭവിച്ചു? നമ്മള് സഭാപ്രസംഗി 12:7 എന്താ വായിച്ച്? ആത്മാവ് ഈ ശരീരം മണ്ണിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി. ഇനി മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം. ഇതോടുള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഈ വാക്യം ബൈബിളിൽ ആവർത്തിച്ചിട്ടുണ്ട്. മാത്യു ചാപ്റ്റർ 22 വേഴ്സസ് 32. ദൈവം പറയുന്ന വാക്കാണ്, ഞാൻ അബ്രഹാമിന്റെയും ദൈവവും ഇസാഖിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളിച്ചെയ്തു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാഖിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവമാണ്. ഇവിടെ പറയുന്നത് എന്താ? ഞാന് മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. ഞാൻ ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ അബ്രഹാമിനെ അടക്കിയിരിക്കുന്ന സ്ഥലം, യാക്കോബിനെ അടക്കിയിരിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ പോയി. അവരുടെ സെമിട്രി ഇപ്പോഴും അവിടെയുണ്ട്. ഞാൻ ആ സെമിട്രിയുടെ അടുക്കൽ പോയി. അബ്രഹാമിനെ അടക്കിയതും സാറയെ അടക്കിയ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി കണ്ടു. എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ദൈവം ഇവിടെ പറയുന്നത് എന്താ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസാഖിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. എന്റെ സഹോദരന്മാരെ, അവർ ജീവിക്കുന്നു. അവരുടെ ശരീരം മാത്രം നിദ്ര കേൾപ്പിച്ചിട്ട് അവർ ജീവിക്കുകയാണ്. ഇനി ഏറ്റവും മനോഹരമായ ഒരു ഭാഗം ഞാൻ കാണിക്കാം. ഞാൻ ആദ്യ ക്ലാസ്സിൽ ഓർപ്പിച്ചില്ലേ, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ഈ ദേഹിയും ആത്മാവും ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. ആ അനുഭവം പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. 2 കൊരിന്ത്യർ എന്നെടുത്താട്ടെ, പൗലോസിന്റെ അനുഭവമാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം. 14 വർഷം മൗനമായിരുന്ന ശേഷമാണ് പൗലോസ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. അതിന്റെ 2 തൊട്ടുള്ള വാക്യം വായിക്കാം. തന്റെ അനുഭവമായി പറയുന്നത്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 2 കൊരിന്ത്യർ 12:2. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു. ഇനി ശ്രദ്ധിക്കണം, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുത്തുകൊള്ളപ്പെട്ടു. വീണ്ടും പറയുന്നു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. പൗലോസ് 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്, എനിക്കൊരു മനുഷ്യനെ അറിയാം, അവൻ 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു. അവൻ ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല.
പൗലോസിന് അറിയില്ല. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടത് ചരിത്രമാണ്. എപ്പോഴാണ് ഇത് നടന്നത്? ഞാൻ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം എടുത്താട്ടെ. അതാണ് ഈ സംഭവം. 14 വർഷം മുമ്പ് പൗലോസിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ 14 സംവത്സരം മുമ്പ് പൗലോസിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 19-20 വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 14-ന്റെ 19-20. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അടുത്ത ഭാഗം നോക്കിയേ. അവൻ മരിച്ചു എന്ന് വിചാരിച്ചു. അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴിച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. ശൗൽമാരെ ആ വാക്ക് സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. പൗലോസിനെ കല്ലെറിഞ്ഞു, അവൻ മരിച്ചു എന്ന് വിചാരിച്ചു. ഈസ് ഡെഡ്. യാതൊരു ചലനവുമില്ലാതെ കിടക്കുകയാണ്. പൗലോസ് മരിച്ചു എന്ന് കരുതിയപ്പോൾ അവന്റെ ശരീരം എന്ത് ചെയ്തു? അവിടെ നിന്ന് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി. മരിച്ചൊരു ബോഡിയാണ്, അത് വലിച്ചുകൊണ്ട് പുറത്തുപോയി. ആ ശരീരം അവിടെ കിടപ്പുണ്ട്. പൗലോസിന്റെ ദേഹിയും ആത്മാവും ഇറ്റ് വാസ് ഔട്ട് ഓഫ് ബോഡി. ആ ശരീരത്തിൽ നിന്ന് വിട്ടുവന്നു. ഇതാണ് 2 കൊരിന്ത്യർ 12 നമ്മൾ വായിച്ചത്. ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയത്തില്ല. പൗലോസിന് ഉണ്ടായ അനുഭവം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. പൗലോസിനുണ്ടായ അനുഭവം ശരീരത്തിലാണോ ആണോ എന്നറിയത്തില്ല. ശരീരത്തിൽ അല്ലയോ എന്നറിയത്തില്ല. പൗലോസിന് പറയാൻ സാധിക്കുന്നില്ല വെദർ ഈസ് ഇൻ ദ ബോഡി ഓർ ഈസ് നോട്ട് ഇൻ ദ ബോഡി. അവൻ ശരീരത്തിലാണോ അല്ലയോ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ. എന്റെ മാതാവ് മരിച്ചു, എന്റെ പിതാവ് മരിച്ചു. കഴിഞ്ഞ ദിവസവും ഞാൻ കിടന്നപ്പോൾ, നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ഓർത്തു. എന്റെ മനസ്സിൽ വന്ന ചിന്തയാണിത്. അവർ അവിടെ കർത്താവിന്റെ സന്നിധിയിൽ. ഞാൻ അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോവിന്റെ ദൈവമാണ്. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല. പൗലോസിനെ കല്ലെറിഞ്ഞു മരിച്ചു എന്ന് കരുതി അവന്റെ ശരീരം പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചിടിക്കുമ്പോൾ പൗലോസ് ഇവിടെ ഇല്ല. പൗലോസിന്റെ ആത്മാവും ദേഹിയും എടുത്തുകൊള്ളപ്പെട്ടു 3-ാം സ്വർഗത്തിലേക്ക്. അവൻ തന്നെ പറയുന്ന വാക്ക് കണ്ടില്ലേ? ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും മനോഹരമായ ഈ ഭാഗം മനസ്സിലാക്കി തരുവാൻ കഴിയുന്ന ഒരു സംഭവം കർത്താവ് പറഞ്ഞു. അത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായമാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് ഇത് അറിയാത്തവരാരും കാണത്തില്ല. പക്ഷേ പലരും ഈ ഭാഗം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും സംഭവം. പലരും ചിന്തിക്കുന്നു ഇതൊരു ഉപമയാണ്. ഇത് ഉപമയല്ല. പലരും ചിന്തിക്കുന്നു ഇത് ഉപമയാണെന്ന്. ഇത് ഉപമയല്ല എന്നുള്ളത് പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കട്ടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? നോക്കുക, അതിന്റെ 19-ാം വാക്യം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ധനവാന്റെ പേര് കർത്താവ് പറഞ്ഞില്ല. എന്താണെന്ന് ഞാൻ പറയാം. ലാസർ എന്ന പേരുള്ള മനുഷ്യനും മരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പലസ്തീന്റെ മണ്ണിൽ എവിടെയോ സംഭവിച്ചൊരു സംഭവമാണിത്. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് ധനവാന്റെ പേര് പറയാഞ്ഞത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ. കർത്താവ് പറയാ ധനവാൻ ഇങ്ങനെ പാതാളത്തിൽ പോയെന്നും പറഞ്ഞ് അവന്റെ പേര് പറയാ സോ ആൻഡ് സോ. ലാസറിന്റെ പേര് പറഞ്ഞ പോലെ അങ്ങേപ്പുറത്തെ തോമാച്ചൻ പാതാളത്തിൽ പോയെന്ന് പറഞ്ഞാൽ ആ കാലത്ത് മരിച്ചുപോയ ആളുകൾ അത് ഗ്രഹിക്കും. ഇന്ന വ്യക്തിയെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞെന്ന്. എന്തൊരു ഹരാസിംഗ് ആയിരിക്കും, എന്തൊരു ഓക്വേർഡ് ആയിരിക്കും. കർത്താവിന്റെ കരുതലാണ്. എന്നിട്ട് പോലും അവന്റെ പേര് പറഞ്ഞില്ല. കർത്താവിന് പേരറിയാൻ വയ്യാഞ്ഞല്ല, അവന് പേരറിയാം. അവൻ ആ കുടുംബത്തെ കരുതി ആ പേര് പറഞ്ഞില്ല. എന്നാൽ മറ്റൊരു കാര്യം ഓർക്കുക, ദിസ് ഇസ് എ ട്രൂ ഇവന്റ്. ഇത് ശരിയായ ഒരു സംഭവമാണ്. ഇതൊരു ഉപമയല്ല. ആ തിരശ്ശീല, നിത്യതയുടെ തിരശ്ശീല മാറ്റി കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. ധനവാൻ മരിച്ചു. അവന് വളരെ ആഡംബരത്തോടു കൂടിയ ഒരു ശവസംസ്കാരം കൊടുത്തിട്ടുണ്ട്. ലാസറിനെ എങ്ങനെയാ അടക്കിയെന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷേ ഗീഹന്ന താഴ്വരയിൽ ആ ശരീരം എടുത്തെറിഞ്ഞുക. കാരണം അൺവാണ്ടഡ് ബോഡീസും
ഗാർബേജും ഒക്കെ എറിയുന്ന ഒരു സ്ഥലമുണ്ട് ഇസ്രയേലിൽ. അതിന്റെ പേരാണ് ഗീഹൻ. ആ പേരാ നരകത്തിന് കൊടുത്തത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഞാൻ പറയട്ടെ, ശരീരം ധനവാന്റെ ശരീരം അടക്കി. എന്നാൽ ധനവാൻ മരിച്ചു. അതിന്റെ 23-ാം വാക്യം, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ്. മേലോട്ട് നോക്കി, അവന് ദാഹമുണ്ട്, അവന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തയുണ്ട്, അവന്റെ സഹോദരന്മാരുടെ വരാതിരിക്കാൻ ആഗ്രഹമുണ്ട്, അവന് കാണാൻ കഴിയുന്നുണ്ട്. ആരായത്? ശരീരമല്ല. ശരീരം എവിടെ അടക്കി? അവന്റെ ദേഹിയും ആത്മാവുമാണ്. കാണാൻ കഴിയുന്നുണ്ട്, അബ്രഹാമിനോട് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട്, ദാഹത്തിന്റെ അനുഭവമുണ്ട്. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല. മനുഷ്യന്റെ മരണസമയം അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ദേഹിയും ആത്മാവും പുറത്തു വരുമ്പോൾ അവന്റെ വ്യക്തിത്വത്തിന് ഒരു കോട്ടവും വരുന്നില്ല, അവന്റെ അനുഭവങ്ങൾക്ക് കോട്ടം വരുന്നില്ല. പൗലോസ് എന്താ പറഞ്ഞത്? ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല. ഞാനും നിങ്ങളും മരിക്കുമ്പോൾ മരണത്തെ ഭയപ്പെടാത്തതിന്റെ കാരണം, എന്റെ മാതാപിതാക്കൾ മരിച്ചു, എന്റെ സഹോദരൻ മരിച്ചു, എന്റെ അനേക പ്രിയപ്പെട്ടവർ മരിച്ചു, പക്ഷേ അവർ ജീവിക്കുകയാണ്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് നമ്മുടെ കർത്താവ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പൗലോസ് പറഞ്ഞ പോലെ ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് തെളിവുകളുണ്ട്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ തരുന്നു എന്ന് പറഞ്ഞ് അവൻ പ്രാണനെ വിടുകയാണ്. എന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തെയാണ് ഇവിടെ കൊന്നുകൊണ്ടിരുന്നത്. മനുഷ്യൻ അത്രേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ദേഹിയെ കൊല്ലാം, പക്ഷേ ദേഹത്തെ കൊല്ലാം, ദേഹിയെ കൊല്ലാൻ സാധിക്കില്ല. നത്തിങ് ദേ ക്യാൻ ഡു. ഇതാണ് മത്തായി 10:28 പറയുന്നത്. നമ്മള് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് കാണും. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ നമ്മൾ ഓർക്കണം, അവൻ സ്വർഗം തുറന്നിരിക്കുന്നതും അവന്റെ ആത്മാവിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഞാനിവിടെ നിർത്തുകയാണ്. ഒരു കാര്യം മറക്കാതെ ഓർക്കുക, മരണത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. മരണം എന്നുള്ളത് തിയോളജിക്കലാണ്. ഇറ്റ് ഈസ് തിയോളജിക്കൽ, ദൈവസംബന്ധമാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഒരു മനുഷ്യനും മരണത്തെ മറികടക്കാൻ സാധിക്കാത്തതിന്റെ കാരണം, ഒരു ശാസ്ത്രവും വളർന്ന് അത് മറികടക്കാൻ സാധിക്കാത്തതിന്റെ കാരണം, ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു ഗോഡ്. ഇറ്റ് ഈസ് ഗോഡ് ഹു കമാൻഡഡ്, ഇറ്റ് ഈസ് ഗോഡ് ഹു ഹാസ് അപ്പോയിന്റഡ്, ഇറ്റ് ഈസ് ഗോഡ് ഹു ഹാസ് മേഡ് ഇറ്റ് ഇൻ സ്റ്റോർ. മനുഷ്യനായി പിറന്ന ഓരോരുത്തർക്കും സ്റ്റോറിലുണ്ട് മരണം. അവൻ മരിക്കും. പാപത്തിന്റെ ഫലമായി അവന്റെ ദേഹി ഡാർക്കൻഡായി, അതിന്റെ ഫലമായി അവന്റെ ശരീരം നമ്മൾ കണ്ടു സ്ലോലി ഡിറ്റീരിയേഷൻ, പെട്ടെന്നുള്ള മരണം കൊണ്ട് മരിച്ചേക്കാം. പക്ഷെങ്കിൽ മിക്ക മനുഷ്യരും they are dying by slow death. A process is going on. സഭാപ്രസംഗി 12 ആദ്യത്തെ 9 വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആ ശരീരം ബലഹീനമായി ഓരോ ദിവസം കഴിയുമ്പോൾ ആ മരണത്തോട് അടുക്കുന്നു എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ദാവീദ് പ്രാർത്ഥിച്ചു, മോശ പ്രാർത്ഥിച്ചു, ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കും. ഇതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. ഇനി നമ്മൾ മരണശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.